2000-ൽ മലയാളത്തിൽ നിന്ന് ദിലീപിന്റേതായി റിലീസിനെത്തിയത് 5 ചിത്രങ്ങളാണ്. സൂപ്പർതാര പദവിയിലേക്കുള്ള ദിലീപിന്റെ കുതിപ്പിന് തുടക്കം കുറിച്ച വർഷങ്ങളിൽ ഒന്നായിരുന്നു 2000. തുടക്കകാലത്തെ കരിയർ എടുത്ത് പരിശോധിച്ചാൽ ദിലീപിന്റെ മികച്ച വർഷങ്ങളിൽ ഒന്നായിരുന്നു 2000. മെയ് 12-ന് തിയേറ്ററിലെത്തിയ ശശി ശങ്കറിന്റെ മിസ്റ്റർ ബട്ട്ലർ ആയിരുന്നു 2000-ലെ ദിലീപിന്റെ ആദ്യത്തെ റിലീസ്. നല്ല തമാശ രംഗങ്ങൾ കൊണ്ടും മികച്ച ഗാനങ്ങൾ കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ട ചിത്രം തിയേറ്ററിൽ പക്ഷേ ശരാശരി വിജയത്തിലൊതുങ്ങി. ഓഗസ്റ്റ് 10-ാം തിയേറ്ററിലെത്തിയ സുന്ദർദാസിന്റെ വർണ്ണക്കാഴ്ചകളായിരുന്നു 2000-ലെ ദിലീപിന്റെ രണ്ടാമത്തെ റിലീസ്. ദിലീപിന്റെ മികച്ച പ്രകടനമുള്ള ചിത്രത്തിൽ നല്ല ഗാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ചിത്രം തിയേറ്ററിൽ പരാജയപ്പെട്ടു. ഒക്ടോബർ 20-ന് തിയേറ്ററിലെത്തിയ ലോഹിതദാസിന്റെ ജോക്കർ ആയിരുന്നു 2000-ലെ ദിലീപിന്റെ മൂന്നാമത്തെ റിലീസ്. ദിലീപിന്റെ കരിയറിലെ നിർണായക ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ജോക്കർ. ദിലീപിന്റെ സൂപ്പർതാര പദവിയിലേക്കുള്ള കുതിപ്പിൽ ആദ്യത്തെ നാഴികക്കല്ലായ ചിത്രമായിരുന്നു ജോക്കർ. തിയേറ്ററിൽ മികച്ച വിജയം നേടിയ ചിത്രത്തിൽ ദിലീപിന്റെ നായികയായി എത്തിയത് മന്യയായിരുന്നു. നിഷാ സാഗറും ശ്രദ്ധിക്കപ്പെട്ടൊരു വേഷത്തിലെത്തിയിരുന്നു. ദിലീപിന്റെ പ്രകടനവും ഗാനങ്ങളും എല്ലാം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഈ ലോഹിതദാസ് ചിത്രം 2000-ലെ ദിലീപിന്റെ ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് ലഭിച്ച ചിത്രമായിരുന്നു. നവംബർ 17-ന് തിയേറ്ററിലെത്തിയ രാജസേനന്റെ ഡാർലിംഗ് ആയിരുന്നു ദിലീപിന്റെ 2000-ലെ നാലാമത്തെ റിലീസ്. ദിലീപിനൊപ്പം വിനീതും പ്രധാന കഥാപാത്രമായി എത്തിയ ചിത്രത്തിൽ കാവ്യമാധവനായിരുന്നു നായികയായി എത്തിയത്. മികച്ച ഗാനങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ചിത്രം പക്ഷേ തിയേറ്ററിൽ ശരാശരിയിൽ ഒതുങ്ങി. ഡിസംബർ 23-ന് തിയേറ്ററിലെത്തിയ റാഫി മെക്കാട്ടിന്റെ തെങ്കാശിപ്പട്ടണമായിരുന്നു 2000-ലെ ദിലീപിന്റെ അഞ്ചാമത്തെ റിലീസ്. സുരേഷ് ഗോപി, ലാൽ, ദിലീപ് തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. സംയുക്ത വർമ്മ, കാവ്യമാധവൻ, ഗീതു മോഹൻദാസ് എന്നിവർ നായികമാരായി എത്തി. തെങ്കാശിപ്പട്ടണത്തിൽ ഏറ്റവും കയ്യടി നേടിയതും പ്രേക്ഷക പിന്തുണ നേടിയതും ദിലീപിന്റെ പ്രകടനമായിരുന്നു. ഈ സിനിമ ദിലീപിന് തന്നെയാണ് കരിയറിൽ ഏറ്റവും വലിയ നേട്ടമായത്. ദിലീപിന്റെ സൂപ്പർതാര പദവിയിലേക്കുള്ള യാത്രയിൽ ഏറ്റവും നിർണായക പങ്കുവഹിച്ച ചിത്രങ്ങളിൽ ഒന്നായിരുന്നു തെങ്കാശിപ്പട്ടണം. ഇങ്ങനെ 5 ചിത്രങ്ങൾ ദിലീപിന്റേതായി 2000-ൽ തിയേറ്ററിലെത്തിയപ്പോൾ ഒരു ചിത്രം ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററായും ഒരു ചിത്രം ക്ലീൻ ഹിറ്റായും മറ്റ് 2 ചിത്രങ്ങൾ ശരാശരി വിജയങ്ങളായി മാറിയപ്പോൾ ഒരു സിനിമ മാത്രമാണ് ദിലീപിന്റേതായി പരാജയപ്പെട്ടത്. എല്ലാം കൊണ്ടും ദിലീപിന് മികച്ച വർഷമായിരുന്നു 2000.